നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. റേക്കി റിലേറ്റഡ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. റേക്കി പഠിക്കുമ്പോൾ നമ്മളെല്ലാവരുടെ അടുത്തും നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞു തരുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫ് ഹീലിംഗ് ചെയ്യണം എന്നതാണ്. അപ്പം അതും മെയിനായിട്ട് 21 ഡേയ്സ് നിങ്ങൾ ആദ്യത്തെ 21 ദിവസം മുടക്കരുത് എന്നൊക്കെ എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞു കൊടുക്കും. അതിനുശേഷം നിങ്ങളത് കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യണമെന്നും പറയും. ആദ്യത്തെ 21 ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ എന്തിനാണ് ഈ സെൽഫ് ഹീലിംഗ് ചെയ്യുന്നത്? റേക്കി നിരന്തരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളും അതിൻ്റെ ഗുണങ്ങളും എന്തൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തിനാണ് സെൽഫ് ഹീലിംഗ് ചെയ്യുന്നത്? നമ്മളത് പഠിച്ച് നമ്മുടെ ജസ്റ്റ് പ്രൊട്ടക്ഷൻ ഇട്ടാൽ പോരെ? പ്രൊട്ടക്ഷൻ മാത്രം ഇടുന്ന എത്രയോ പേര് എനിക്കറിയാം. ഡെയിലി റേക്കിയെ വിളിക്കും, സിമ്പിൾസ് കയ്യിൽ വരയ്ക്കും, എന്നിട്ട് പ്രൊട്ടക്ഷൻ ഇട്ട് വയ്ക്കും. ഈ പ്രൊട്ടക്ഷൻ ഇട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല. എന്തിനാണ് നമ്മൾ റേക്കി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. റേക്കി ചെയ്യുന്നതിലൂടെ, അതായത് നിരന്തരമായ റേക്കി സാധനയിലൂടെ നമുക്ക് എല്ലാ തലത്തിലേക്കും ഉയരാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഓരോന്നായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ ഈ ഒരു ബിസി ലൈഫ്, എല്ലാവരും തിരക്കാണ്. കാരണം എല്ലാവരും അവരവരുടേതായ ജോലികളും വിദ്യാഭ്യാസവും ബിസിനസ്സും തുടങ്ങി എല്ലാവരും ജീവിതത്തിൽ പണ്ടത്തെ പോലെയല്ല. ഇന്ന് ഒരേ സമയം നമ്മൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെതായ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നമുക്കുണ്ടാവും. സോ നിരന്തരമായി റേക്കി ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ സ്ട്രെസ്സും അതുപോലെ തന്നെ ടെൻഷനുമൊക്കെ റിലീസ് ചെയ്യാൻ റേക്കി നിങ്ങളെ സഹായിക്കും. നിരന്തരമായി റേക്കി ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. റേക്കി ചെയ്ത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ദിവസം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് റേക്കി ചെയ്തിട്ടാണ് ഒരു ദിനം ആരംഭിക്കുന്നത് എങ്കിൽ ആ ദിവസം മുഴുവൻ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. കാരണം റേക്കി നിങ്ങളുടെ എല്ലാ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്കൊരു ബാലൻസ് ഉണ്ട്, ഇല്ലേ? കാരണം നമ്മുടെ ഒരു ബോഡി എന്ന് പറയുന്നത് കംപ്ലീറ്റ് എനർജിയാണ്. സോ അതിനെ കംപ്ലീറ്റായിട്ട് ബാലൻസ് ചെയ്യാൻ റേക്കി നമ്മളെ സഹായിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഒരുപാട് ചക്രങ്ങളുണ്ട്. സോ ഈ ചക്രങ്ങളിലെ എനർജി ബ്ലോക്കുകളെ റിലീസ് ചെയ്യുകയും നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും തമ്മിലുള്ള ഒരു ഹാർമണി, ആ ഒരു ഹാർമണിയിലേക്ക് എത്തിക്കാൻ റേക്കി നിങ്ങളെ സഹായിക്കുന്നു. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ പ്രസൻറ്റ് മൈൻഡിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രസൻറ്റ് മൈൻഡിലെത്തിക്കാൻ നമ്മളെ റേക്കി സഹായിക്കും. ടെൻഷൻ ഫ്രീ ആക്കിക്കൊണ്ട് ഫ്യൂച്ചറിനെ പറ്റി വെറീസ് ഇല്ലാണ്ട് നമ്മളെ ആ ഒരു പ്രസൻറ്റ് മൈൻഡിലേക്ക് ഇരുത്താൻ റേക്കി നമ്മളെ സഹായിക്കും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ പലർക്കും കിട്ടാത്ത ഒന്നാണ് നല്ല രീതിയിലുള്ള ഉറക്കം. എൻ്റെ അടുത്ത് ഹീലിംഗ് എടുത്ത പലരും പറയുന്നതാണ്. എൻ്റെ ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മാമിൻ്റെ അടുത്ത് ഹീലിംഗ് എടുത്താൽ പിന്നെ സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് കഴിക്കണ്ട. അത് എൻ്റെ ഹീലിങ്ങിൻ്റെ കഴിവോ അല്ലെങ്കിൽ ശക്തിയൊന്നും അല്ല, അത് റേക്കി നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് റേക്കി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ല ഉറക്കം നിങ്ങൾക്ക് കിട്ടും. അതായത് ഉറങ്ങുന്നത് ചിലപ്പോൾ ഒരു 6 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 5.5 മണിക്കൂറൊക്കെ ആയിരിക്കാം. പക്ഷേ ആ കിട്ടുന്ന ഉറക്കം നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. അതായത് ഡീപ്പ് സ്ലീപ്പ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ഒരു ഫ്രഷ് ആയിട്ടായിരിക്കും എഴുന്നേൽക്കുന്നുണ്ടാകുക. ഉറക്കക്കുറവ് എന്നുള്ള പ്രശ്നം നമുക്ക് റേക്കി വെച്ച് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റും. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിനൊരു സെൽഫ് ഹീലിംഗ് എബിലിറ്റി ഉണ്ട്. അതിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാവർക്കും സെൽഫ് ഹീലിംഗ് എബിലിറ്റി ഉണ്ടോ? ഉണ്ട്.
എല്ലാവർക്കും ഉണ്ട്. ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കൈ മുറിഞ്ഞു, നിങ്ങൾ മരുന്ന് വെച്ചില്ലെങ്കിലും ആ മുറിവ് ഉണങ്ങുന്നില്ലേ? അതെങ്ങനെ ഹീലാവുന്നത്? നമ്മുടെ ബോഡിക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഹീലിംഗ് എബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു ഹീലിംഗ് എബിലിറ്റി എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ബോഡിയിലുള്ള എനർജി അല്ലേ, നമ്മുടെ ബോഡിയിൽ എനർജി ഉണ്ട്. സോ നമ്മൾ റേക്കി എന്ന ഒരു എക്സ്ട്രാ പവറിനെ നമ്മുടെ ബോഡിയിലേക്ക് നിരന്തരമായി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സെൽഫ് ഹീലിംഗ് എബിലിറ്റി ഇംപ്രൂവ്ഡ് ആവും. സോ അതനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മുറിവുകൾ, വേദനകളൊക്കെ വരുമ്പോൾ അത് വളരെ പെട്ടെന്ന് കംപ്ലീറ്റായിട്ട് ക്യൂർ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ, ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം നിരന്തരമായി നമ്മൾ ഹീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പെർമനൻ്റായിട്ട് തന്നെ മാറിക്കിട്ടും. പലർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഡെലിവറിയൊക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ നടുവേദന, ഇച്ചിരി കൂടി പ്രായമുള്ള അമ്മമാർക്കൊക്കെ ആണെങ്കിൽ മുട്ടുവേദന, ഇതൊക്കെ കോമൺ ആണ്. സോ ഈ വേദനകളൊക്കെ നമുക്ക് നിരന്തരമായി റേക്കി ചെയ്യുന്നതിലൂടെ പെർമനൻ്റായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഗ്രോത്താണ്. റേക്കിയിലേക്ക് വരുന്നത് തന്നെ നമ്മൾ സ്പിരിച്വലി ചിന്തിക്കുന്ന ആളുകൾക്കും ആ ഒരു പാതയിൽ സഞ്ചരിക്കുന്ന ആളുകളുമാണ്. പക്ഷെ അതിലേക്കുള്ളൊരു ഒരു ഒരു ഗ്രാഫ് എപ്പോഴും മുകളിലോട്ടേക്കായിരിക്കും, അതായത് താഴത്തില്ല. നിങ്ങൾക്ക് ഗ്രോത്താണ് ഉണ്ടാവുക, സ്പിരിച്വൽ ഗ്രോത്ത്. കാരണം റേക്കിയിൽ തന്നെ നമ്മൾ ഓരോ ലെവലിൽ പഠിക്കുന്ന സമയത്തും മെഡിറ്റേഷൻ്റെ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ, മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഗുരുക്കന്മാർ നമ്മൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇതനുസരിച്ച് നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓറ എങ്ങനെ എൻലാർജ് ചെയ്യണം, മെഡിറ്റേഷൻ്റെ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗുരുക്കന്മാർ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടാവും. സോ ഇതൊന്നും പോരാതെ നമ്മൾ പ്രസൻറ്റ് ലൈഫ്, അതായത് പ്രസൻറ്റ് മൈൻഡിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സന്തോഷവാനാവുകയും അതനുസരിച്ച് നമുക്ക് നല്ല കോൺസെൻട്രേഷനോടുകൂടി മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, അതായത് സോൾ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങും. സോൾ ലെവലിലേക്ക് നമ്മൾ നോർമലി ഉള്ള ഒരു കാര്യത്തിൽ നിന്നും എന്ത് കാര്യം പറയുമ്പോഴും ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി ചിന്തിക്കാനും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. സോ ഒരു സ്പിരിച്വൽ ഗ്രോത്തിനെ റേക്കി വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് കൂടും. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ കുറഞ്ഞ കാലയളവിൽ എങ്ങനെയാണ് ഇത്രയും പേരെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇത്രയും റിസൾട്ട് എങ്ങനെ കിട്ടുന്നു? റിസൾട്ടിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും റേക്കി എനർജിക്ക് മാത്രമാണ്. ഞാനവിടെ കൊടുക്കുന്ന ഇൻറ്റൻഷൻ എന്നുള്ളതേ ഉള്ളൂ, പിന്നെ എൻ്റെ ടൈമും, ബാക്കിയെല്ലാം ചെയ്യുന്നത് റേക്കി എനർജിയാണ്. സോ ഇവിടെ നമുക്ക് ഹീൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കൂടി കിട്ടും. അതായത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, റേക്കി പഠിച്ച ആളുകൾക്ക്, അതായത് നമ്മൾ പഠിച്ച് ഇറങ്ങിയ ആദ്യത്തെ ഒരു 1 വീക്കിലുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 21 ഡേയ്സിലുള്ള പവർ ആയിരിക്കില്ല ആഫ്റ്റർ 21 ഡേയ്സ് ഉണ്ടാവുക. കാരണം നമ്മുടെ പവർ കൂടും. നിരന്തരമായി നമ്മൾ ഏത് കാര്യം അങ്ങനെയല്ലേ, നമ്മൾ കൃത്യമായി പോളിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വെട്ടിത്തിളങ്ങില്ലേ? അതുപോലെ തന്നെയാണ് റേക്കിയും. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ആളെ ഹീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സാധന ചെയ്യുന്ന സമയത്ത് നമ്മൾ പോളിഷ്ഡ് ആവും. നമുക്ക് നിരന്തരമായി നമ്മൾ എനർജി കയ്യിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ പവർ കൂടിക്കൂടി വരും. ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ ആ റേക്കിയെ വിളിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് വിളിച്ച് അത് പൂർത്തിയാവാൻ പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ കൈകളിലേക്ക് പവർ വരിക. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ റേക്കി എന്ന് വിചാരിക്കുന്ന മൊമെൻറ്റിൽ, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് വേണം അല്ലെങ്കിൽ കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ആ പവർ വരികയാണ്. സോ അത്രയും ഫാസ്റ്റായിട്ട് കയ്യിലേക്ക് പവർ വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ സാധനയും പ്രാക്ടീസും കൊണ്ടുമാണ്. അതായത് മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നതിനനുസരിച്ച് ഒരു ദിവസം തന്നെ 7 ആളെയും 8 ആളെയും ഹീൽ ചെയ്യുമ്പോൾ എത്ര തവണ നമ്മൾ ആ എനർജിയെ വിളിക്കുന്നു, എത്രമാത്രം പവർ നമ്മുടെ കൈകളിലൂടെ ഒഴുകുന്നു, അതനുസരിച്ച് ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ഭയങ്കര ഹൈ ആയിട്ട് വരാൻ തുടങ്ങും. സോ മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഭയങ്കര ഹൈ ആയിരിക്കും കൃത്യമായിട്ട് സാധന ചെയ്യുന്ന ആളുകൾക്ക്. അതുപോലെ 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ എല്ലാ തലത്തിലുള്ള ഗ്രോത്തിനെ റേക്കി സഹായിക്കും, എല്ലാ തലത്തിലും. കാരണം ഞാൻ ആദ്യമേ പറയാറുണ്ട്, അധികം വീഡിയോസിലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്,
നമ്മുടെ ചക്രങ്ങൾ, നമ്മുടെ മേജറായിട്ടുള്ള 7 ചക്രങ്ങൾക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ശരീരവുമായി, നമ്മുടെ മനസ്സുമായി, നമ്മുടെ ഇമോഷൻസായി, നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളുമായിട്ട്, ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളായിട്ട് ഈ ചക്രങ്ങൾ തമ്മിൽ ഒരു കണക്ഷനുണ്ട്. സോ നമ്മൾ ഡെയിലി റേക്കി സാധന ചെയ്യുമ്പോൾ ഈ ചക്രങ്ങൾക്ക് നമ്മൾ എനർജൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ റിലീസാവുകയും ഓരോ ചക്രങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് വരാൻ തുടങ്ങും. സോ അങ്ങനെ നമുക്ക് ഒരു വ്യക്തിയുടെ എല്ലാ തലത്തിലേക്കുമുള്ള ഉയർച്ചയ്ക്ക് റേക്കി ഒരു കാരണമാകും. കൃത്യമായി ബ്ലോക്കുകൾ നീക്കിത്തരികയും, ഇപ്പോൾ റൂട്ട് ചക്ര നമ്മൾ എനർജൈസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ബ്ലോക്കുകൾ മാറുന്ന സമയത്ത് നമുക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടും, നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകും, ഫിയേഴ്സ് മാറിക്കിട്ടും, നമ്മുടെ ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങൾ റിലീസ്ഡ് ആവും. എപ്പോഴും നമ്മളൊരു സെക്യൂരിറ്റി ഫീലിംഗ് നമുക്കുണ്ടാവും. അതുപോലെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, വളരെ പുവറായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബ്ലോക്ക് ഒരുപാടുണ്ടായിരുന്ന ഒരു വ്യക്തി കൃത്യമായി സാധന ചെയ്യുന്നതിലൂടെ അവർക്കൊരു മണി ഫ്ലോ അവർക്ക് തന്നെ മനസ്സിലാവും. മണി ബ്ലോക്ക് മാറുന്നതായിട്ടും നമ്മുടെ കാര്യങ്ങൾ ഒരു സ്മൂത്തായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. സോ റേക്കി നമ്മൾ കൃത്യമായി ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സെൽഫ് ഹീലിംഗ് എന്തിനാണ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിലും നല്ല രീതിയിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഓക്കെ, അപ്പം കൃത്യമായി നിങ്ങൾ സാധന ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എല്ലാ തലത്തിലേക്കും എല്ലാ രീതിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉയർച്ച കൈവരിക്കാൻ റേക്കി നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യന്മാരാണ്, ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല അല്ലേ? അപ്പോൾ ആഗ്രഹങ്ങളുണ്ടാകും. സോ ഈ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ നമ്മുടെ വിഷ്വലൈസേഷൻ പവർ, നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ, ഇതൊക്കെ നമുക്ക് റേക്കി ഒരുപാട് ഇൻക്രീസ് ചെയ്ത് തരും. ഒരുപാട്. കാരണം നമ്മുടെ ചക്രങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മാനിഫെസ്റ്റേഷന് കണക്ഷൻ ഉണ്ട്. ഞാനതിനെ പറ്റിയിട്ടൊരു വീഡിയോ അധികം വൈകാതെ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ എങ്ങനെയാണ് ചക്രങ്ങളും നമ്മുടെ മാനിഫെസ്റ്റേഷനൊക്കെ തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ എങ്ങനെ റേക്കി അതിന് നിങ്ങളെ സഹായിക്കുന്നു എന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ വിഷ്വലൈസേഷൻ പവറും നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവറും ഹൈ ആകുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുക ചെയ്യുന്നത്. 10 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞിട്ടോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എത്തിച്ചേരണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ നേരത്തെ, അത് പണമാവാം, വാഹനമാവാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്ന ഭവനമാവാം, നിങ്ങളുടെ വിവാഹമാകാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാവാം, ജോലിയാവാം, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു തടസ്സവും ഇല്ലാതെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. സോ റേക്കി നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ തലത്തിലേക്കുള്ള എല്ലാ ഉയർച്ചയിലേക്കും റേക്കി നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നതായിരിക്കും. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു.